അസം, ബീഹാർ, കർണാടക, കേരളം, മഹാരാഷ്ട്ര, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, ലക്ഷദ്വീപ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 97 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് വ്യാഴാഴ്ച രാത്രി ബി.ജെ.പി പ്രഖ്യാപിച്ചത്. തർക്കമുണ്ടായ സീറ്റുകളുടെയെല്ലാം പ്രഖ്യാപനം പിന്നീട് നടത്താൻ മാറ്റിവെച്ചു. മഹാരാഷ്ട്രയിൽ ശിവസേനയുമായുള്ള സഖ്യം തെറ്റുന്നതായിരുന്നു പ്രധാന തർക്കവിഷയം. ബീഹാറിൽ പല മണ്ഡലങ്ങളും തർക്കവിഷയമായി. പാട്ന സാഹിബ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് നടനും ബി.ജെ.പി നേതാവുമായ ശത്രുഘ്ന സിൻഹയുമായുള്ള കൂടുതൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും. പട്ന മണ്ഡലത്തിൽ ആർ.ജെ.ഡിയുടെ മുൻ ജനറൽ സെക്രട്ടറി രാംകൃപാൽ യാദവ് ലാലു പ്രസാദിന്റെ മകൾ മിയാഭാരതിയെ നേരിടും. ഷാനവാസ് ഹുസൈൻ സ്വന്തം മണ്ഡലമായ ബാഗൽപൂരിൽ നിന്നും മുൻ ആഭ്യന്തര സെക്രട്ടറി ആർ.കെ. സിംഗ് ആരാ മണ്ഡലത്തിൽ നിന്നുമാണ് മത്സരിക്കുക. കർണാടകയിലെ ഉഡുപ്പി ചിക്മംഗ്ലൂർ സീറ്റ് യെദിയൂരപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി ശോഭ കരഞ്ജലയ്ക്ക് നൽകി. ബെല്ലാരി സീറ്റ് ഖനിമാഫിയ നേതാവ് ശ്രീരാമലുവിന് നൽകുവാൻ തത്വത്തിൽ തീരുമാനമായെങ്കിലും പ്രഖ്യാപിച്ചിട്ടില്ല. ശ്രീരാമലുവിനോട് ബി.ജെ.പി അംഗത്വത്തിനപേക്ഷിക്കാൻ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചു. മധ്യപ്രദേശിലെ തലസ്ഥാന മണ്ഡലമായ ഭോപ്പാലിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഗുജറാത്ത് സംസ്ഥാന നേതൃത്വം സാധ്യതാ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ എൽ.കെ. അദ്വാനിയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന വാർത്തകൾക്കിടയിൽ ഭോപ്പാലിൽ മത്സരിക്കണമെന്ന മധ്യപ്രദേശ് ബി.ജെ.പി നേതൃത്വം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജാർഖണ്ഡിലെ ഹസാരിബാഗ് മണ്ഡലത്തിലാണ് യശ്വന്ത് സിൻഹയുടെ മകൻ ജയന്ത് സിൻഹയ്ക്ക് സീറ്റ്. പ്രായത്തോടനുബന്ധിച്ച പ്രശ്നങ്ങളാൽ മത്സരത്തിനില്ലെന്ന് യശ്വന്ത് സിൻഹ അറിയിച്ചിട്ടുണ്ടെന്ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ബി.ജെ.പി ജനറൽ സെക്രട്ടറി അനന്ത് കുമാർ അറിയിച്ചു. ലക്ഷദ്വീപ് മണ്ഡലത്തിൽ സെയ്ദ് മുഹമ്മദ് കോയയാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി. ഡാർജിലിംഗിൽ അലുവാലിയ എത്തുമ്പോൾ സിറ്റിംഗ് എംപിയും മുതിർന്ന നേതാവുമായ ജസ്വന്ത് സിംഗ് രാജസ്ഥാനിലെ ബാർമീഡ് മണ്ഡലത്തിലേക്ക് വീണ്ടും എത്തിയേക്കുമെന്നാണ് സൂചന. ഡി ശ്രീജിത്ത്, മീഡിയ 1, ഡൽഹി.